പാലക്കാട് കൊഴിഞ്ഞാമ്പാറ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. റോഡിന്റെ ശോച്യാവസ്ഥ കാരണം അപകടം പതിവാകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പണിമുടക്ക്. ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള റോഡ് നന്നാക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ഞങ്ങൾക്ക് ഈ റോഡിൽ കാരണം ഞങ്ങൾക്ക് ബസ് ഓടിച്ച് പോകാൻ കഴിയുന്നില്ല. കാരണം ബൈക്ക് യാത്രക്കാർ ഞങ്ങളുടെ മുമ്പിൽ വന്ന് വീഴുകയാണ് കുഴിപ്പെട്ടിട്ട്. ഞങ്ങൾ ചവിട്ടിയെ ചിലപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ പറയും ബസ് അതിവേഗ സ്പീഡിൽ നിന്ന് ഇത് കുഴിപ്പെട്ടാണ് വഴി തന്നെ സ്പീഡ് കൂടുന്നുണ്ട്. ഇത് ഞങ്ങൾ ആരും കൊണ്ട് പറയും ഈ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പഞ്ചായത്ത് പ്രസിഡന്റും ഇവർ ഈ റോഡുകൾ മാസക്കോളത്തോളം കുഴിപ്പെട്ട് കിടക്കുകയാണ്. വെള്ളത്തിൽ വെള്ളം കണ്ടിട്ട് ആരും തന്നെ ലോറിക്കാർ പോകുന്നു, ലോറിക്കാർ ലേറ്റ് വരുന്നു. അപ്പോൾ പറയും യാത്രക്കാർ ബസ്സിൽ സ്പീഡാണെന്ന് പറഞ്ഞു, ബസ്സിന് മെയിൻ ലീഫ് പൊട്ടുന്നു. മുതലാളിമാർ അതേ പറഞ്ഞപ്പോൾ നീ എൻ്റെ കുഴിയിലിറക്കി എന്തുകൊണ്ട് മെയിൻ ലീഫ് പൊട്ടി, അതുകൊണ്ടല്ലാണ് എവിടെ കിട്ടുന്ന പെരുമാറ്റം. ഈ കുഴി അതൊക്കെ കുഴിയിൽ തങ്ങളെ എങ്ങനെ ഓടിക്കുക? ഈ അധികൃതർ ഒന്ന് കണ്ണു തുറക്കുക, ഒന്ന് കണ്ണു തുറന്നിട്ട് ഒന്ന് ഇതാവുക. ഇവിടുത്തെ MLA ഇവിടെ ഉറങ്ങിക്കിടക്കണോ? MLA ഇവിടെ മന്ത്രിന്റെ മണ്ഡലമാണ്. 40-60 പേർക്ക് ഇന്നലെ ഈ മന്ത്രി എവിടെ? മന്ത്രി ഉറങ്ങിക്കിടക്കണം. ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക. നമുക്കിപ്പം ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുലെ, റോഡിന്റെ ശോച്യാവസ്ഥ മുന്നിൽ നിർത്തിയാണ് ഈ ഒരു മിന്നൽ പണിമുടക്ക്. പക്ഷേ ഇത് ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ രാവിലെ സമയങ്ങളിൽ ആളുകൾ ഇത് അറിഞ്ഞെത്തുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി. ഈ റോഡ് കൊഴിഞ്ഞാമ്പാറ പാലക്കാട് റൂട്ടിലെ റോഡ് വലിയ മോശമാണ്. പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഈ സ്ഥലത്ത് എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ബസ് തൊഴിലാളികൾ ഇന്ന് പണി മുടക്കുന്നത്. ഇന്നലെ വൈകിട്ട് കൂടി 2 ബസ്സുകൾ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഈ റൂട്ടിലുണ്ടായി. അങ്ങനെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അത് ഈ തൊഴിലാളികളുടെ ജീവനെ തന്നെ ബാധിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തിയത്. പക്ഷേ തികച്ചും ന്യായമായ സമരമാണ്. പക്ഷെ അതേസമയം തന്നെ പെട്ടെന്ന് ഇത്തരത്തിലൊരു സമരം പ്രഖ്യാപിച്ചതിനിടം ഈ റൂട്ടിലെ യാത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടായി. പാലക്കാടൊക്കെ വന്ന് ജോലി ചെയ്യുന്ന നിരവധി യാത്രക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സമരം ജനജീവിതത്തെ ബാധിച്ചു എന്ന് തന്നെ പറയാം.